എല്ലാവരും ഊണുറക്കം ഉപേക്ഷിച്ച് കാത്തിരുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ദീപക് മലയമ്മ ഇപ്പോൾ ചേരുന്നുണ്ട്. പുഴയുടെ മറുകരയിൽ നിന്ന് AK അഭിലാഷും തത്സമയം ചേരുന്നു. ദീപക്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അഷ്റഫ് MLA അവിടെ പോയി സന്ദർശിച്ചതിന് ശേഷം എന്തെങ്കിലും സാധ്യതകളും സൂചനകളും എന്തെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ടോ ആ ഭാഗത്തു നിന്നും? അരുൺ, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ആ 2 മണിക്കൂർ പരിശോധനയ്ക്കുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നിലവിലുള്ള സന്നദ്ധ പ്രവർത്തകരെ അടക്കം പ്രവേശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് കൂടുതൽ തെരച്ചിൽ അനിവാര്യമായ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ അവിടേക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടവും SP-യും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അടക്കമുള്ള ആളുകൾ MLA-മാർ ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കൂടി ഈ പ്രദേശത്തേക്ക് കടത്തിവിടാം എന്നുള്ള ഒരു കാര്യവും കൂടി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. KM അഷ്റഫ് MLA പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണുകയും ചെയ്യാം. എന്തായാലും സജീവമായി തന്നെ തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. നേവിയുടെയും ആർമിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് അത് ഗംഗാവലിയിലായാലും ഒപ്പം തന്നെ കരയിലായാലും ആ തരത്തിൽ സംയുക്ത ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ MLA-യും അറിയിച്ചിരിക്കുന്നത്. ഇനി ഇവർ ആ പ്രദേശത്തേക്ക് എത്തിയതിനു ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയും അവിടെ എന്താണ് നടക്കുന്നത് 280 രക്ഷാപ്രവർത്തകരെയും കൂടി 25 രക്ഷാപ്രവർത്തകരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിൽ തീരുമാനമായിരിക്കുന്നു അല്ലേ? അവർ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിക്കൂർ അതിനിർണായകമായ തെരച്ചിലിന് വേണ്ടി വേണം എന്നുള്ള കാര്യം SP ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അതായത് ആ തെരച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ 25 പേരുടെ പട്ടിക നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഈ സന്നദ്ധ പ്രവർത്തകരെ കൂടി അവിടേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ അഷ്റഫ് MLA നമ്മളോട് സൂചിപ്പിച്ച വിവരമാണ്. ഇപ്പോൾ മനാഫ് അടക്കമുള്ളവരും ഇപ്പോൾ ദീപകിനോടൊപ്പം ഉണ്ടോ? അവിടെ തന്നെയാണോ നിൽക്കുന്നത്? അവർ ഈ സമയം വരെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് നോക്കാം. അവർ പക്ഷേ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അവരുടെ ഇതിൻ്റെ കൂടെ വന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് തുടരുന്നുണ്ട്. ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ ഇതുവരെ. ശരി, ഞാൻ തിരിച്ചു വരാം. ദീപക്, അവരുടെ പ്രതികരണം തേടുന്നതിന് മുൻപ് ഒരു സന്നദ്ധ പ്രവർത്തകൻ ഇപ്പോൾ സൈറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു.